നമസ്കാരം, തടയ ന്യൂസിലേക്ക് സ്വാഗതം. ഫോണിൽ, കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും സ്ഥിരം കീബോർഡുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ചില പഠനങ്ങൾ പറയുന്നത് നമ്മളിൽ പല വ്യക്തികളും മണിക്കൂറിൽ 100-ലേറെ വാക്കുകൾ ടൈപ്പ് ചെയ്യാറുണ്ടെന്നാണ്. എന്നാൽ ഈ കീബോർഡുകളിലെ അക്ഷരങ്ങൾ എന്തുകൊണ്ടാണ് ക്രമീകരിക്കാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കാലം മുതലേ ABCD എന്ന ക്രമമാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് കീബോർഡിലെ അക്ഷരങ്ങൾ QWER എന്ന ക്രമത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് ഒന്ന് നോക്കിയാലോ. കമ്പ്യൂട്ടറുകൾ വന്നതിന് മുൻപ് ലോകം ടൈപ്പ് റൈറ്ററുകളിലായിരുന്നു ആശ്രയിച്ചിരുന്നത്. ആദ്യകാല ടൈപ്പ് റൈറ്ററുകളിൽ അക്ഷരങ്ങൾ ആൽഫബറ്റിക്കൽ ഓർഡറിലുമായിരുന്നു. എന്നാൽ ആളുകൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വളരെ വലിയൊരു പ്രശ്നമായി മാറി. അടുത്തടുത്തുള്ള കീകൾ ഒരുമിച്ചമർത്തുമ്പോൾ മെക്കാനിക്കൽ ഭാഗങ്ങൾ തമ്മിൽ കുടുങ്ങി അത് കീ ജാം സംഭവിക്കാൻ കാരണമായി. അതായത് വേഗത കൂടുമ്പോൾ യന്ത്രം പണിമുടക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ സാധാരണയായി ഒരുമിച്ച് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെ തമ്മിൽ മാറ്റി ക്രമീകരിച്ചു. ഇങ്ങനെയാണ് 1870-കളിൽ ക്വേർട്ടി ലേഔട്ട് രൂപം കൊണ്ടത്. കമ്പ്യൂട്ടറുകൾ വികസിപ്പിച്ചപ്പോൾ പഴയ ടൈപ്പ് റൈറ്റർ ശീലത്തിൽ പരിശീലനം നേടിയ ആളുകൾക്ക് എളുപ്പമാകാൻ അതേ ലേഔട്ട് തന്നെ തുടർന്നു. പിന്നീടത് കീബോർഡിലെ സ്റ്റാൻഡേർഡ് ആൽഫബറ്റ്സായി മാറി. ക്വേർട്ടിയേക്കാൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഡ്വേറക്, കോൾമാക് പോലുള്ള ലേഔട്ടുകൾ വന്നെങ്കിലും ആളുകൾക്ക് പഴയ ശീലം മാറ്റാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതാണ് കീബോർഡിലെ ക്രമമില്ലാത്ത അക്ഷരങ്ങൾക്ക് പിന്നിലെ ആ രസകരമായ രഹസ്യം.